ഒരു വെബ് ഡെവലപ്പർക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 3 ജാവാസ്ക്രിപ്റ്റ് കൺസെപ്റ്റ് ഏതൊക്കെയാണ്? മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കൺസെപ്റ്റ് തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്ലോഷർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഫംഗ്ഷൻ്റെ ഉള്ളിലെ വേറെ ഫംഗ്ഷൻ്റെ മെമ്മറി യൂസേജും കാര്യങ്ങൾ വരുന്നതല്ലേ ക്ലോഷർ. ഈ ക്ലോഷർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ഇവൻറ്റ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത് കറക്റ്റ് അറിയണം. അതുപോലെ പ്രോമിസ്, അതുപോലെ അസിങ്ക്, അവൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോറായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് ബഗ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക. ഇതിൻ്റെ യൂസേജിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നാൽ പോലും നമുക്ക് എഫക്റ്റ് ആയിരിക്കും, ഒന്നല്ലെങ്കിൽ വേറൊന്നിൻ്റെ യൂസേജ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. ക്ലോഷർ നന്നായിട്ട് പഠിക്കണം, അതേപോലെ ഇവൻറ്റ് ലൂപ്പ് പഠിക്കണം, അസിങ്ക് പഠിക്കണം, അസിങ്ക് അവൈറ്റ്, പിന്നെ പ്രോമിസ്. ഈ കൺസെപ്റ്റൊക്കെ അത്യാവശ്യം നല്ലൊരു റെഡിയിൽ എത്തിയ പിന്നെ വലിയ പ്രശ്നമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളുള്ളൂ വരിക. ഇതാണ് മെയിനായിട്ട് നമ്മളെ ഒരു ബഗ് വരാനും ഒക്കെ സാധ്യത കൂടുതൽ. ഇതിൻ്റെ യൂസേജ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു നമ്മളെ പെർഫോമൻസിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വരിക.